ആക്ഷൻ. ഒരെണ്ണം എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നെ എന്നെ വീഡിയോ അടിക്കാൻ സമ്മതിക്കേ കൊതിയൻ എൻ്റെ കർത്താവേ. ഞെട്ടിയില്ലേ? ഞെട്ട് പ്ലീസ്. എന്താ നോക്കണേ? സംഭവം ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു ടൈപ്പ് റെസിപ്പി ആയിട്ടാണ് പിന്നെ ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ആലോചിക്കും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. സംഭവം ഞാൻ ആദ്യമേ പറഞ്ഞു ഉടായ്പ റെസിപ്പിയാണ്. അപ്പം നമ്മൾ ഇതിൽ മെയിൻലി ഉപയോഗിക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റാണ്. ഓറിയോ ബിസ്ക്കറ്റും പാലും പിന്നെന്താ ബേക്കിംഗ് പൗഡറും. ഇത് മാത്രം വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു ചോക്ലേറ്റ് കേക്ക് അതും ചായപാത്രത്തിൽ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇതിന് വേണ്ടി ആദ്യം തന്നെ എടുക്കേണ്ടത് ഒരു 40 ഓറിയോ ബിസ്ക്കറ്റാണ്. എന്നിട്ട് ഈ ഓറിയോ ബിസ്ക്കറ്റ് നമുക്ക് പൊളിച്ച് അതിൻ്റെ എന്താ പറയുക ഈ ഉള്ളിലത്തെ ക്രീമൊക്കെ അല്ലേ ആ ക്രീമും സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ബിസ്ക്കറ്റും ഒന്നും പിന്നെ ഉള്ളിലത്തെ ക്രീം രണ്ടാമത്തെ വേറൊരു പാത്രത്തിലാക്കി വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് വെച്ച ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇനി ഇതിനെ അടിച്ച് പപ്പടാക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇത് അടിച്ച് പപ്പടാക്കാൻ 2 രീതിയുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സിയിൽ ഇട്ടിട്ട് ഒരു കറക്കിയാൽ മതി. അതാണ് എളുപ്പമുള്ള വഴി കേട്ടോ. ഇതില്ലെങ്കിൽ ഒരു കവറിനകത്ത് ഇട്ട് ചെയ്താലും മതി. ഇത് മുഴുവൻ ഫൈൻ പൗഡർ ആവണമെന്ന് നിർബന്ധമില്ല. ഫൈൻ പൗഡർ ആയാൽ നല്ല രസം ഉണ്ടാവും. എന്നാലും കുറച്ച് ലംസൊക്കെ ഉണ്ടായാലും പ്രശ്നമില്ല. എന്താ പറയുക പാലൊക്കെ ഒഴിക്കുമ്പോൾ ഇത്തിരി സോഗിയൊക്കെ ആവുന്നു. പിന്നെ ബിസ്ക്കറ്റ് അല്ല ഓൾറെഡി കുക്കായിട്ടുള്ള സാധനം. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത്രയൊക്കെ പരത്തിയാൽ മതി. എൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു. ഇത്രയും പരത്തിയാൽ മതി. ഇനി നമുക്ക് ഇതൊക്കെ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ. ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ. അത് കഴിഞ്ഞ് ഒരു 300 ml പാല്. ഞാൻ 300 ml പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 300 ml പാൽ 40 ഓറിയോ ബിസ്ക്കറ്റിന് 300 ml പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് ഒഴിക്കുക, നല്ലപോലെ വിസ്ക് ചെയ്യുക. അപ്പോൾ പാലൊക്കെ കൂടി ഒഴിച്ച് നമ്മളതിനെ മിക്സ് ചെയ്ത് നല്ലൊരു സ്മൂത്ത് ആയിട്ട് ഒരു പേസ്റ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളുടെ ഒരു കൺസിസ്റ്റൻസി ഇതേപോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതാണ് നമ്മളുടെ പാൻ. ഏത് പാൻ? ചായപാത്രം. നമ്മളുടെ സ്വന്തം ചായപാത്രം വെച്ചിട്ടാണ് നമ്മൾ ഇനി കേക്ക് ഉണ്ടാക്കാൻ പോണതല്ലോ. ഇത് നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ സ്റ്റീലിന്റെ ചായപാത്രത്തിൽ വർക്കൗട്ട് ആവും എന്നുള്ളത് എനിക്ക് അറിയില്ല. കുറച്ച് എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ എണ്ണ പോലും വേണ്ട. ആ എണ്ണ ഒഴിച്ച് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ടൊരു ബട്ടർ പേപ്പർ എടുക്കാം. എന്നുവെച്ചാൽ ബട്ടർ പേപ്പർ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുത്തികളൊക്കെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ബട്ടർ പേപ്പറിനെ കൃത്യം അതിൻ്റെ ഒരു വട്ടത്തിൽ ഒരു ചെറിയൊരു വട്ടത്തിൽ അതിൽ ഇത്തിരി വലുതായാലും കുഴപ്പമില്ല. സൈഡിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ അത് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാം എണ്ണ തേച്ചതിന് ശേഷം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ അതിൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുക ഒഴിച്ച് ഒന്ന് കുറച്ച് ഒരു മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ സെറ്റിലായി ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലെങ്കിൽ മറ്റേ പാനായാലും കുഴപ്പമില്ല. ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ആ പാൻ എടുത്തിട്ട് നമ്മൾ ഗ്യാസുമ്മ ഡയറക്റ്റ് വെച്ചിട്ട് ഈ ചായപാത്രം എടുത്ത് നമ്മൾ അതിൻ്റെ മുകളിലാണ് വെക്കാൻ പോകണം കേട്ടോ. ഇതിൽ കൃത്യം അടയുന്ന രീതിയിലുള്ള മൂടിയെടുത്ത് അതുമേ വെച്ച് മൂടണം. അപ്പോൾ ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് 25 to 30 മിനിറ്റ് വരെയാണ് ഇതിനിപ്പോൾ സമയം എനിക്ക് എടുത്തത്. മൂടി വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യണ കാരണം ഈ മൂടിയുമ്പോൾ ആവി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ആവി വരുന്നത് ഇത്തിരി പ്രശ്നക്കാരനാണ്. അപ്പോൾ ആവി തിരിച്ച് വീഴുമല്ലോ. കൃത്യം ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ മൂടി തുറന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടച്ച് വേഗം തന്നെ അടച്ചു വയ്ക്കുക. അധികം നേരം തുറന്ന് വയ്ക്കരുത്. അപ്പോൾ പൊന്തി വന്നുകൊണ്ടിരിക്കുന്ന കേക്ക് ചിലപ്പോൾ താഴത്തേക്ക് പോകും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്ക് പോലെ എന്തെങ്കിലോ കുത്തി നോക്കാം. അപ്പോൾ ചിലപ്പോൾ അത് ബൂയായിട്ട് തന്നെ വരുമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂള് വെച്ചിട്ട് നമ്മൾ ചെയ്യണില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഒന്നും കൂടി കുത്തി നോക്കാൻ പോവാണ്. അപ്പോൾ ഇത് കുത്തി നോക്കുമ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഞാനിതിനെ ഇത്തിരി നേരം തണുപ്പിക്കാൻ വെക്കാൻ പോവാം. ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ പാത്രത്തിൽ തന്നെ. നമ്മുടെ അടിപൊളി സോഫ്റ്റ് ഫ്ലഫി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ സിമ്പിളായിട്ടുള്ളൊരു ചോക്ലേറ്റ് ഗനാഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഗനാഷ് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സാധാ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇല്ലേ ആ ചോക്ലേറ്റ് വെറുതെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യാം. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മാറ്റി വെച്ച കുക്കീസിൻ്റെ ക്രീമില്ലേ അത് യൂസ് ചെയ്യാം കേട്ടോ. ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി അത്യാവശ്യം ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി വേറെ ഒരു ദിവസം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ കഷ്ണങ്ങളും ഇതൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ക്ലീൻ.
ഓ ഇത് ഇനി ടേസ്റ്റ് ചെയ്യണം, ടേസ്റ്റ് ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് എടുത്ത്, ആഹാ നല്ല രസം. ഇതെനിക്ക് ഇഷ്ടമാട്ടോ, ചോക്ലേറ്റ് ഉള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആഹാ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ഉണ്ടാക്കി നോക്കണം. നോക്കിയാൽ എൻ്റെ അടുത്ത് പറയണണ്ട, എന്നാലും ഞാൻ അറിയില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റും ആ മുകളിൽ ഒഴിച്ച ചോക്ലേറ്റും ഓറിയൻ്റെ ചോക്ലേറ്റും ഒക്കെ കൂടിയുള്ള നല്ല അടിപൊളി ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചോക്ലേറ്റ് കേക്ക്. ഇത് ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ? അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ അടിപൊളി സിമ്പിളായിട്ട് തട്ടിപ്പ് മത്തങ്ങയായിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതെന്നെ ഹെൽപ്പ് ചെയ്യുമല്ലോ. ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരണ വരെ ടാറ്റാ.